നിത്തൂസ് PSC ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് സൈക്കോളജിയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ. അപ്പോൾ വിദ്യാഭ്യാസ കമ്മീഷനുകൾ സ്വാതന്ത്ര്യത്തിന് മുൻപും പറയാനുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷവും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വിദ്യാഭ്യാസ കമ്മീഷനുകൾ സ്വാതന്ത്ര്യത്തിന് മുൻപ്. അപ്പോൾ അതിനേക്കാൾ മുന്നേ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെയാണ് ചാർട്ടർ ആക്ട്. കമ്മീഷനുകളിലേക്ക് കടന്നിട്ടില്ല, അതിനേക്കാൾ മുന്നേ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ചാർട്ടർ ആക്ട് കേട്ടിട്ടുണ്ടാവും. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1813 1813 ചാർട്ടർ ആക്ട്. ഏതാണ് ആ വർഷം? 1813. ചാർട്ടർ ആക്ട് നിലവിൽ വന്ന വർഷം 1813 1813. ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യക്കാരെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അധികാരം ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു. എന്താ പറഞ്ഞത്? ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യക്കാരെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അധികാരം ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു. അത്രയും ഓർത്ത് വയ്ക്കുക. ഇനി മെക്കാളെ മിനിറ്റ്സ് ആണ് അടുത്തത് ഓർത്ത് വെക്കേണ്ടത്. വർഷം 1835 1835. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ടാണ് ഏത്? മെക്കാളെ മിനിറ്റ്സ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ട് ഏതാന്ന് ചോദിച്ചാൽ അത് മെക്കാളെ മിനിറ്റ്സ് ആണ്. മെക്കാളെ മിനിറ്റ്സിൽ ഒരു സിദ്ധാന്തം വരുന്നുണ്ട്, അത് പഠിക്കണം. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പമാണ്. സിദ്ധാന്തത്തിൻ്റെ പേര് അരിച്ചിറക്കൽ സിദ്ധാന്തം. അപ്പോൾ ആ സിദ്ധാന്തം ഇങ്ങനെയാണ്, ഒരു കോഴ്സ് പോലെയാണത്. രക്തത്തിലും വർണ്ണത്തിലും ഭാരതീയനും ചിന്തയിലും അഭിരുചിയിലും ആംഗലേയരുമായ ഒരു ജനതയെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യമാണ് മെക്കാളെ മിനിറ്റ്സിന് ഉണ്ടായിരുന്നത്. ഈ സിദ്ധാന്തമാണ് അരിച്ചിറക്കൽ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. അപ്പം മെക്കാളെ മിനിറ്റ്സിൽ വരുന്ന സിദ്ധാന്തമാണ് എന്ത്? അരിച്ചിറക്കൽ സിദ്ധാന്തം, ഡൗൺവാർഡ് ഫിൽട്രേഷൻ തിയറി. രക്തത്തിലും, ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക, രക്തത്തിലും വർണ്ണത്തിലും ഭാരതീയനും ചിന്തയിലും അഭിരുചിയിലും ആംഗലേയരുമായ ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് മെക്കാളെ മിനിറ്റ്സിന് ഉണ്ടായിരുന്നത്. ഈ സിദ്ധാന്തമാണ് അരിച്ചിറക്കൽ സിദ്ധാന്തം, ഡൗൺവാർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയും. പിന്നെ 2 പോയിന്റ്സും കൂടി ഒന്ന് ഓർത്ത് വെക്കണം ഇതിൻ്റെ കൂടെ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് വില്യം ബെൻഡിക്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് ആണ്. ഒരു പോയിന്റും കൂടി ഉണ്ട്, വില്യം ബെൻഡിക്കിനെ കുറിച്ച് ഒരു പോയിന്റും കൂടി ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ആധുനിക പാരമ്പര്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം ബെൻഡിക്. വില്യം ബെൻഡിക്കിനെ കുറിച്ച് ഇപ്പോൾ 2 പോയിന്റ്സ് പറഞ്ഞു, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് ആണ്. ഇന്ത്യയിലെ ആധുനിക പാരമ്പര്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം ബെൻഡിക് ആണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യം, ഇപ്പോഴും നമ്മൾ കമ്മീഷനിലോട്ട് കടന്നിട്ടില്ല, അതിനേക്കാൾ മുന്നേ ഈ ഒരു പോയിന്റ് കൂടി ഇനി പഠിക്കുക. വുഡ്സ് ഡെസ്പാച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1854 1854. വുഡ്സ് ഡെസ്പാച്ച് 1854 1854. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. മാഗ്ന കാട്ട എന്നുള്ള വേർഡ് നന്നായി ഓർത്ത് വെക്കുക. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. ഇപ്പോൾ ഈ വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ സമയത്ത് ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ വുഡ്സ് ഡെസ്പാച്ച് വർഷം ഏതാ പറഞ്ഞത്? 1854 1854. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്.
അപ്പോൾ വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ സമയത്തെ ഗവർണർ ജനറൽ നേരത്തെ പറഞ്ഞിരുന്നു, ആരാണത്? ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനിയാണ് നമ്മൾ വിദ്യാഭ്യാസ കമ്മീഷനുകളിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞത്? ചാർട്ടർ ആക്ട്, വർഷം ഓർക്കുന്നുണ്ടോ? 1813. മെക്കാളെ മിനിറ്റ്സ്, വർഷം 1835. വുഡ്സ് ഡെസ്പാച്ച്, വർഷം 1854. മെക്കാളെ മിനിറ്റ്സിലാണ് എന്ത്? അരിച്ചിറക്കൽ സിദ്ധാന്തം വരുന്നത്. പിന്നെ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞത് ഏതായിരുന്നു? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട വുഡ്സ് ഡെസ്പാച്ച്. അത് തെറ്റിപ്പോരുത്. ഇനി നമുക്ക് തുടങ്ങാം. വിദ്യാഭ്യാസ കമ്മീഷനുകൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ വർഷം 1882. ഈ വർഷം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. നമ്മൾ നവോത്ഥാനമൊക്കെ പഠിക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു അതുപോലെ ചട്ടമ്പി സ്വാമി അവർ കണ്ടുമുട്ടിയ വർഷമായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു വർഷം. ഇപ്പോൾ വേറെ കുറേ വർഷങ്ങൾ ഉണ്ടാവും ഇതുപോലെ ഈ വർഷം പഠിക്കാനായിട്ട്. ഈ വർഷത്തിൽ വേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഹണ്ടർ കമ്മീഷൻ 1882. ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ചെയർമാൻ എന്ന് പറയുമ്പോൾ ഈ കമ്മീഷനിൽ തന്നെ ആ പേരുണ്ട്, വില്യം വിൽസൺ ഹണ്ടർ. അപ്പോൾ ഓപ്ഷൻ തരുമ്പോൾ ബുദ്ധിമുട്ട് വരില്ല. ചെയർമാൻ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹണ്ടർ കമ്മീഷനിലെ ഹണ്ടർ ആ ഒരു പേര് ഇതിൽ വരുന്നുണ്ട്. ചെയർമാൻ വില്യം വിൽസൺ ഹണ്ടർ എന്നാണ് മുഴുവൻ പേര്. ഇനി ഈ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് എന്ത് ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത്. ഇനി പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ്. ഞാൻ ഇന്ത്യയിലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സ്വതന്ത്ര ഇന്ത്യയിലെ എന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ എന്ന് പറയുമ്പോൾ ആ കമ്മീഷൻ വേറെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് പഠിച്ചാൽ മതി, അത് പിന്നീട് പറയാം. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഇനിയിപ്പോൾ പിന്നീട് പറഞ്ഞാൽ ഇപ്പോൾ പറയാൻ പ്രശ്നമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ, കൺഫ്യൂഷൻ വരരുതേ. സ്വതന്ത്ര ഇന്ത്യയിലെ ചോദിച്ചു കഴിഞ്ഞാൽ അത് രാധാകൃഷ്ണൻ കമ്മീഷനാണ് കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ ഇത് മാത്രം ഓർത്ത് വയ്ക്കുക. ഹണ്ടർ കമ്മീഷൻ വർഷം 1882. ചെയർമാൻ ഹണ്ടർ തന്നെ, ആ പേര് അതിൽ തന്നെയുണ്ട് അല്ലേ, ഹണ്ടർ. അതായത് മുഴുവൻ പേര് വില്യം വിൽസൺ ഹണ്ടർ. നിയമിച്ചത് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത്. റിപ്പൺ പ്രഭു എന്ന് ഓർത്ത് വെച്ചാൽ മതി. നിയമിച്ചത് റിപ്പൺ പ്രഭു, അങ്ങനെ ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ അതാണ് ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യയിലെ എന്ന് മാത്രമേ പറയുള്ളൂ. സ്വതന്ത്ര ഇന്ത്യയിലെ എന്ന് പറയുമ്പോൾ ഹണ്ടർ കമ്മീഷൻ അല്ല കേട്ടോ, ശ്രദ്ധിക്കണേ. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്? ഹണ്ടർ കമ്മീഷൻ. ഇനി ഇതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഇതിൽ പറയണുള്ളൂ. അപ്പോൾ ഈ കമ്മീഷന് ശുപാർശകൾ കുറച്ചുണ്ട്, അത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയാം, ശ്രദ്ധിക്കുക. പ്രൈമറി വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ കാരണമായ കമ്മീഷൻ ഏതാന്ന് ചോദിച്ചാൽ അത് ഹണ്ടർ കമ്മീഷനാണ്. പ്രൈമറി വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ കാരണമായ കമ്മീഷൻ ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ഹണ്ടർ കമ്മീഷൻ. ഈ ഹണ്ടർ കമ്മീഷനിൽ ഒരു പോയിന്റും കൂടി ഓർത്ത് വെക്കാണ്ട്, പെൺപള്ളിക്കൂടങ്ങൾ അതുപോലെ അധ്യാപക പരിശീലന ട്രെയിനിങ് കോളേജ് ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനും ഹണ്ടർ കമ്മീഷനാണ്. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? പെൺപള്ളിക്കൂടങ്ങൾ, അധ്യാപക പരിശീലന ട്രെയിനിങ് കോളേജ് ആരംഭിക്കാനൊക്കെ ശുപാർശ ചെയ്ത കമ്മീഷനും ഹണ്ടർ കമ്മീഷനാണ്. ഹണ്ടർ കമ്മീഷൻ നമുക്ക് ഒന്നുകൂടി പറഞ്ഞാലോ? വർഷം ഏതാണ്, ഓർമ്മയുണ്ടോ? 1882. ചെയർമാൻ വില്യം വിൽസൺ ഹണ്ടർ. ഇനി നിയമിച്ചത് റിപ്പൺ പ്രഭു. ഇനി പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ ഹണ്ടർ കമ്മീഷനെ കുറിച്ച്, എന്താണ് ഏറ്റവും ആദ്യം ഓർത്ത് വെക്കേണ്ടത്? ഇന്ത്യയിലെ, സ്വതന്ത്ര ഇന്ത്യയിലല്ല, അത് വേറെയുണ്ട്.
ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. അതാണ് എന്ത്? ഹണ്ടർ കമ്മീഷൻ. ഇനി ശുപാർശ എന്തായിരുന്നു? പെൺപള്ളിക്കൂടങ്ങൾ, അധ്യാപക പരിശീലന ട്രെയിനിങ് സ്കൂള് ആരംഭിക്കാനൊക്കെ ശുപാർശ ചെയ്തു. പിന്നെ പ്രൈമറി വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ കാരണമായ കമ്മീഷനാണ് ഏത്? ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ ഈ ക്ലാസ്സിൽ പറയുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കമ്മീഷൻസ് ആണ്. ശ്രദ്ധിക്കണേ. ഇനി അടുത്തത് റാലെ കമ്മീഷൻ. ചില ബുക്കിൽ റാലി കമ്മീഷൻ എന്നും കാണാൻ കഴിയും. എന്തായാലും രണ്ടും ഒന്ന് തന്നെയാണ്. വർഷം ഓർത്ത് വെച്ചോളൂ, 1902, 1902. ഏതാണ് വർഷം? ആ നിയമിച്ച വർഷമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. റാലെ അല്ലെങ്കിൽ റാലി കമ്മീഷൻ എന്നൊക്കെ ചില ബുക്കിൽ കാണാം. രണ്ടും ഒന്ന് തന്നെയാണ്. 1902. നിയമിച്ചത് കേഴ്സൺ പ്രഭു. അങ്ങനെ ഓർത്തു വയ്ക്കുക. കേഴ്സൺ പ്രഭുവിന്റെ കാലത്താണ് എന്ത്? റാലെ അല്ലെങ്കിൽ റാലി കമ്മീഷൻ നിയമിച്ചത്. കേഴ്സൺ പ്രഭു. അപ്പൊ നിയമിച്ചത് കേഴ്സൺ പ്രഭു, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അത്രയും മതി, കൂടുതൽ സെന്റൻസ് ഒന്നും വേണ്ട. നിയമിച്ചത് കേഴ്സൺ പ്രഭു, അത്ര ഓർത്തു വെക്കുക. ഇനി ഇതില് എക്സ്ട്രാ ഒരു വർഷം കൂടി പഠിച്ചു വെക്കണം. 1902 ഇപ്പൊ നേരത്തെ പറഞ്ഞുവല്ലോ. ഇനി 1904, അതായത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904, ആ ആക്ട് വരാൻ കാരണമായ കമ്മീഷനാണ് റാലെ കമ്മീഷൻ എന്ന് ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. റാലെ കമ്മീഷന്റെ വർഷം ഏതാണ്? നിയമിച്ചത് കേട്ടോ. റാലെ കമ്മീഷൻ നിയമിച്ച വർഷമാണ് ഏത്? 1902, 1902. ഇപ്പൊ പറഞ്ഞത് എന്താ? 1904. അതെന്താ സംഭവം? ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904, അങ്ങനെ ഒരു ആക്ട് ഉണ്ടല്ലോ. ആ ആക്ട് നിലവിൽ വരാൻ കാരണമായ കമ്മീഷനാണ് റാലെ കമ്മീഷൻ. ശുപാർശ നോക്കാം, അതും കൂടി പഠിച്ചാൽ മതി. ഇതിൽ ശുപാർശ പറയുമ്പോൾ ഇന്റർമീഡിയറ്റ് കോഴ്സ് നിർത്തലാക്കാൻ കാരണമായ കമ്മീഷൻ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ BA കോഴ്സ് 3 വർഷമാക്കി അല്ലേ? 3 വർഷമാക്കിയ കമ്മീഷൻ. BA കോഴ്സ് 3 വർഷമാക്കി, ഇന്റർമീഡിയറ്റ് കോഴ്സൊക്കെ നിർത്തലാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ റാലെ അല്ലെങ്കിൽ റാലി കമ്മീഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി റാലി കമ്മീഷനെ പറ്റി പറയാം, ശ്രദ്ധിക്കുക. റാലെ അല്ലെങ്കിൽ റാലി കമ്മീഷൻ എന്നും പറയും. വർഷം ഏതാണ്? 1902, 1902. നിയമിച്ചത് കേഴ്സൺ പ്രഭു. നേരത്തെ പറഞ്ഞ ഹണ്ടർ കമ്മീഷൻ നിയമിച്ചത് റിപ്പൺ പ്രഭു. ഹണ്ടറിന്റെ ലാസ്റ്റ് എർന്നാണല്ലോ, റാ. അപ്പോൾ റിപ്പൺ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പിന്നെ റാലി കമ്മീഷൻ നിയമിച്ചത് കേഴ്സൺ പ്രഭു. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷം കൂടി ഓർത്ത് വെക്കാനുണ്ട് എന്നുള്ളതാണ് അല്ലേ? വർഷമല്ല, എന്താ സംഭവം? ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904, അങ്ങനെ ഒരു ആക്ട് ഉണ്ടല്ലോ. ആ ആക്ട് നിലവിൽ വരാൻ കാരണമായ കമ്മീഷനാണ് ഏത്? റാലെ അല്ലെങ്കിൽ റാലി കമ്മീഷൻ. ശുപാർശ അല്ലെങ്കിൽ എന്താണ് ഈ കമ്മീഷൻ ചെയ്തത്? ഇന്റർമീഡിയറ്റ് കോഴ്സുകൾ നിർത്തലാക്കി. പിന്നെ എന്ത് ചെയ്തു? BA 3 വർഷമാക്കി. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പൊ 2 കമ്മീഷനാണ് പറഞ്ഞത്. ഹണ്ടർ കമ്മീഷൻ സ്വാതന്ത്ര്യത്തിന് മുൻപാണ് കേട്ടോ. പിന്നെ ഹണ്ടർ കമ്മീഷൻ 1882, റാലെ കമ്മീഷൻ 1902. ഇനി പറയാൻ പോകുന്നത് സാഡ്ലർ കമ്മീഷൻ. കേട്ടിട്ടുണ്ടാവും. സാഡ്ലർ കമ്മീഷൻ വർഷം ഓർത്ത് വെക്കണം, 1917, 1917. സാഡ്ലർ കമ്മീഷൻ 2 പോയിന്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് അല്ല, സാഡ്ലർ കമ്മീഷന്റെ മറ്റൊരു പേര് എന്നുള്ള നിലയ്ക്ക് ഓർത്ത് വെച്ചാൽ മതി. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ, അത് സാഡ്ലർ കമ്മീഷൻ തന്നെയാണ്. സാഡ്ലർ കമ്മീഷൻ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. പിന്നെ ഒരു പോയിന്റും കൂടി ഓർത്ത് വെക്കുക. മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ സ്കൂൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് എന്ത്? സാഡ്ലർ കമ്മീഷൻ. സാഡ്ലർ മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ സ്കൂൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ആണ്
സാഡ്ലർ കമ്മീഷൻ, വർഷം 1917. മറ്റൊരു പേരും കൂടി ഉണ്ട്. എന്തായിരുന്നു അത്? കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ. ഒന്നുകൂടി പറയാം. സാഡ്ലർ കമ്മീഷൻ, വർഷം 1917, 1917. മറ്റൊരു പേരെന്താണ്? കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ. പ്രധാനപ്പെട്ട ശുപാർശ ഓർത്തു വയ്ക്കുക. മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ്ദ സ്കൂൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഏത്? സാഡ്ലർ കമ്മീഷൻ. ഇനി നെക്സ്റ്റ്, ഹർട്ടോഗ് കമ്മീഷൻ. ചില ബുക്കിൽ ഈ കമ്മീഷനെ പറ്റി കാണാൻ കഴിയില്ല, ചില ബുക്കിലുണ്ടാവും. ഹർട്ടോഗ് കമ്മീഷൻ, വർഷം ഓർത്തു വെക്കണം 1929. എനിക്ക് തോന്നുന്നു നമ്മുടെ ലാഹോർ സമ്മേളനം നടന്ന വർഷമൊക്കെയാണ് അല്ലേ ഇത്, 1929. ഹർട്ടോഗ് കമ്മീഷൻ 1929 ഓർത്ത് വയ്ക്കുക. 1929. അതിൽ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. തൊഴിലധിഷ്ഠിത കോഴ്സുകൾ മിഡിൽ സ്കൂൾ തലത്തിൽ ആരംഭിക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. അത്രേ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഹർട്ടോഗ് കമ്മീഷൻ, വർഷം എന്തായിരുന്നു? 1929. എന്തായിരുന്നു ശുപാർശ? തൊഴിലധിഷ്ഠിത കോഴ്സുകൾ മിഡിൽ സ്കൂൾ തലത്തിൽ ആരംഭിക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. ഇനി ഇതിൽ 2 കമ്മീഷനും കൂടിയേ പറയാനുള്ളൂ. അതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കും. അപ്പം അടുത്തത് ഇനി സക്കീർ ഹുസൈൻ കമ്മിറ്റി. സക്കീർ ഹുസൈൻ കമ്മിറ്റി, വർഷം ഓർത്ത് വെച്ചോളൂ 1937, 1937. 1937 സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഇതിൽ 2 പോയിന്റാണ് പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, 7 മുതൽ 14 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഏത്? സക്കീർ ഹുസൈൻ കമ്മിറ്റി. മാത്രമല്ല മാതൃഭാഷ ബോധന മാധ്യമം ആയിരിക്കണം എന്നും കൂടി ശുപാർശ ചെയ്തു. ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളൂ. സക്കീർ ഹുസൈൻ കമ്മിറ്റി, വർഷം ഓർത്ത് വെക്കണം 1937. 7 മുതൽ ശുപാർശ എന്തായിരുന്നു? 7 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ്. മാത്രമല്ല മാതൃഭാഷ ബോധന മാധ്യമം മാതൃഭാഷയായിരിക്കണം എന്നും കൂടി ശുപാർശ ചെയ്തു. ഈ 1937 എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കമ്മീഷനും കൂടി ഉണ്ട്. അത്ര പ്രധാനപ്പെട്ടതല്ല, ആ പേര് ഒന്ന് ഓർത്ത് വെച്ചോളൂ. 1937 ആബർട്ട് വുഡ് കമ്മിറ്റി. ആബർട്ട് വുഡ് കമ്മിറ്റി അതൊരു ബുക്കിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ആബർട്ട് വുഡ് കമ്മിറ്റി 1937 തന്നെയാണ്. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ സക്കീർ ഹുസൈൻ കമ്മിറ്റിയുടെ കൂടെ അതേ ഇയർ തന്നെയാണ് വരുന്നത്, ആബർട്ട് വുഡ് കമ്മിറ്റി കേട്ടോ. ഇനി ലാസ്റ്റ് വൺ, സാർജന്റ് കമ്മീഷൻ 1944 വർഷം, അതായത് നിയമിച്ച വർഷങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർജന്റ് കമ്മീഷൻ 1944 വർഷം ഓർത്ത് വയ്ക്കുക 1944. നേരത്തെ പറഞ്ഞത് സക്കീർ ഹുസൈൻ ആയിരുന്നു. അത് 7 to 14 അങ്ങനെയാണ് വയസ്സ് പറഞ്ഞത് അല്ലേ. വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണം. ഇപ്പോൾ പറയാൻ പോണത് 7 to 14 അല്ല, 6 to 14. സാർജന്റ് കമ്മീഷനിൽ എങ്ങനെയാ? 6 മുതൽ 14 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നൽകണം എന്നാണ് ശുപാർശ ചെയ്തത്. ഇനി ഈ സാർജന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് അത് ഗാന്ധിജിയുടെ വാർധ പദ്ധതിയുടെ നിർദ്ദേശങ്ങളായിട്ട് സാമ്യമുള്ള കമ്മീഷനാണ് ഏത്? സാർജന്റ് കമ്മീഷൻ. വാർധ പദ്ധതി വർഷം ഓർക്കുന്നുണ്ടോ? 1937. അപ്പോൾ സാർജന്റ് കമ്മീഷനാണ് എന്ത്? ഗാന്ധിജിയുടെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ഗാന്ധിജിയുടെ വാർധ പദ്ധതിയുമായി അല്ലെങ്കിൽ വാർധ പദ്ധതിയിലെ നിർദ്ദേശങ്ങളോട് സാമ്യമുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് എന്ത്? സാർജന്റ് കമ്മീഷൻ. സാർജന്റ് കമ്മീഷൻ വർഷം ഓർക്കുന്നുണ്ടോ? 1944. 1944. ഇനി ഇതിൽ ഈ കമ്മീഷനിൽ
പ്രത്യേക കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഹൈസ്കൂളുകളുണ്ടല്ലോ, ഹൈസ്കൂളുകളെ അക്കാദമിക് എന്നും ടെക്നിക് എന്നും തരംതിരിച്ചു. അത് ഈ സാർജന്റ് കമ്മീഷനാണ്. ഹൈസ്കൂളുകളെ എങ്ങനെയായിട്ട് തരംതിരിച്ചു? അക്കാദമിക് പ്ലസ് ടെക്നിക്. അപ്പോൾ ഹൈസ്കൂൾ ഇസ് ഈക്വൽ ടു അക്കാദമിക് പ്ലസ് ടെക്നിക് എന്ന് ഷോർട്ടാക്കിയിട്ട് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഹൈസ്കൂളുകളെ അക്കാദമിക്കും അതുപോലെ ടെക്നിക്ക് എന്നിങ്ങനെ തരംതിരിച്ച കമ്മീഷനാണ് ഏത്? സാർജന്റ് കമ്മീഷൻ. ഇനി അത് നേരത്തെ പറഞ്ഞല്ലോ, സക്കീർ ഹുസൈൻ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞപ്പോൾ ബോധന മാധ്യമം മാതൃഭാഷ ആയിരിക്കണം. അതുപോലെ തന്നെ അതിനോട് യോജിക്കുന്നുണ്ട് സാർജന്റ് കമ്മീഷനും. അതുപോലെ തന്നെ പറയുന്നുണ്ട് മാതൃഭാഷ, അതായത് ബോധന മാധ്യമം മാതൃഭാഷയായിരിക്കണം. മാത്രമല്ല എക്സ്ട്രാ ഒരു കാര്യം കൂടി ഇതിൽ വരുന്നുണ്ട്, രണ്ടാം ഭാഷ ഇംഗ്ലീഷ് ആക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ബോധന മാധ്യമം മാതൃഭാഷയാക്കി, അതുപോലെ തന്നെ രണ്ടാം ഭാഷ ഇംഗ്ലീഷ് ആക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് സാർജന്റ് കമ്മീഷനിൽ വരുന്നത്. സാർജന്റ് കമ്മീഷൻ ഒന്നും കൂടി പറയാം, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ആദ്യം വർഷം, അതായത് നിയമിച്ച വർഷം, ഈ കമ്മീഷനെ നിയമിച്ച വർഷമാണ് ഏത്? 1944, 1944. ഗാന്ധിജിയുടെ വാർത്താ പദ്ധതിയിലെ നിർദ്ദേശങ്ങളുമായി സാമ്യമുള്ള റിപ്പോർട്ടാണ് ഈ സാർജന്റ് കമ്മീഷൻ റിപ്പോർട്ട് എന്നൊക്കെ പറയണത്. വാർത്താ പദ്ധതി വർഷം ഓർക്കുന്നുണ്ടല്ലോ, 1937. സക്കീർ ഹുസൈൻ കമ്മിറ്റിയുടെ വർഷം ഇത് തന്നെയാണ് കേട്ടോ, 1937. അതുപോലെ ആബർട്ട് വുഡ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, അത്ര പ്രധാനപ്പെട്ടതല്ല, എന്നാലും ഓർത്ത് വെച്ചോളൂ, 1937. സാർജന്റ് കമ്മീഷൻ 1944 ആണ്, തെറ്റിക്കരുത്. ഇനി ഹൈസ്കൂളുകളെ അക്കാദമിക് എന്നും ടെക്നിക് എന്നും തരംതിരിച്ച കമ്മീഷനും സാർജന്റ് കമ്മീഷനാണ്. സക്കീർ ഹുസൈനിൽ പറഞ്ഞത് മാതൃഭാഷ അല്ലെ, ബോധന മാധ്യമം, ഇവിടെയും അത് തന്നെ പറയുന്നുണ്ട്. പ്ലസ് ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, രണ്ടാം ഭാഷയെ കുറിച്ച് സാർജന്റ് കമ്മീഷനിൽ പറയുന്നുണ്ട്, അത് ഇംഗ്ലീഷ് ആക്കണം അല്ലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആക്കുകയും ചെയ്ത കമ്മീഷനാണ് എന്ത്? സാർജന്റ് കമ്മീഷൻ. ഇനി അതുപോലെ അപ്പൊ ഇത്രയാണ് എന്ത്? സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എക്സ്ട്രാ ഒരു 2 പോയിന്റ്സ് ഒന്ന് പറഞ്ഞോട്ടെ. ശാന്തിനികേതൻ സ്ഥാപിച്ചത് ആരാന്നറിഞ്ഞൂടെ? ശാന്തിനികേതൻ 1901 ആണ് ഇയർ കേട്ടോ. സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ, കേട്ടിട്ടുണ്ടാവും, ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ അലി സഹോദരന്മാർ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും, ജാമിയ മില്ലിയ ഇസ്ലാമിയ. ആരൊക്കെ അവര്? അലി സഹോദരന്മാർ, അൻസാരി, സക്കീർ ഹുസൈൻ. അപ്പോൾ അവര് അലി സഹോദരന്മാർ അല്ലെ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അവർ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഏത്? ജാമിയ മില്ലിയ ഇസ്ലാമിയ. പേര് പറയാനായിട്ട് തന്നെ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു പേരാണ് അല്ലെ, ജാമിയ മില്ലിയ ഇസ്ലാമിയ. അലി സഹോദരന്മാർ, അൻസാരിയും സക്കീർ ഹുസൈനും സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം, ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, നന്നായി പഠിക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ചാർട്ടർ ആക്ട്, വർഷം 1813, മെക്കാളെ മിനിറ്റ്സ് 1835. പിന്നെ അരിച്ചിറക്കൽ സിദ്ധാന്തം ഓർത്തു വെക്കിയതിൻ്റെ കൂടെ. പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട റിപ്പോർട്ടാണ് മെക്കാളെ മിനിറ്റ്സും കൂടി ഓർത്തു വെക്കുക. വുഡ്സ് ഡെസ്പാച്ച് വർഷം ഓർക്കുന്നില്ലേ? 1854. മാഗ്ന കാർട്ട എന്ന് ഓർത്ത് വയ്ക്കുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട. പിന്നെ കമ്മീഷനുകളാണ് പറഞ്ഞത്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കമ്മീഷനുകൾ. ഹണ്ടർ കമ്മീഷൻ വർഷം 1882. നിയമിച്ചത് ഓർക്കുന്നില്ലേ? റിപ്പൺ പ്രഭു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടല്ലോ, ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ്. ഇനി ചെയർമാൻ വില്യം വിൻസൻ ഹണ്ടർ തന്നെ. പിന്നെ പ്രൈമറി വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കാൻ കാരണമായ കമ്മീഷൻ. പെൺപള്ളിക്കൂടങ്ങൾ അധ്യാപക പരിശീലന ട്രെയിനിങ് കോളേജ് ആരംഭിക്കാൻ ശുപാർശ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞത് റാലെ കമ്മീഷൻ അല്ലെങ്കിൽ റാലി കമ്മീഷൻ വർഷം 1902. അതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ട ഒരു വർഷം കൂടി ഉണ്ടായിരുന്നു, ഒരു വർഷമല്ല ഒരു ആക്ടും കൂടി ഉണ്ടായിരുന്നു അല്ലെ, ഇന്ത്യൻ
യൂണിവേഴ്സിറ്റി ആക്ട് 1904 നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? റാലി അല്ലെങ്കിൽ റാലി കമ്മീഷൻ. എന്തായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ? ഇന്റർമീഡിയറ്റ് കോഴ്സ് നിർത്തലാക്കുകയും BA 3 വർഷമാക്കുകയും ചെയ്തു. ആര്? റാലി കമ്മീഷൻ. പിന്നെ പറഞ്ഞത് സാഡ്ലർ കമ്മീഷൻ 1917 കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ്ദ സ്കൂൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് സാഡ്ലർ കമ്മീഷൻ. പിന്നെ പറഞ്ഞത് ഹർട്ടോഗ് കമ്മീഷൻ ആയിരുന്നു 1929 വർഷം ഓർത്ത് വയ്ക്കുക. ഒരു കാര്യം അതിൽ പറഞ്ഞുള്ളൂ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ അതായത് ശുപാർശ മിഡിൽ സ്കൂൾ തലത്തിൽ ആരംഭിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. പിന്നെ പറഞ്ഞത് ലാസ്റ്റ് രണ്ടെണ്ണം എന്ന് പറയുന്നത് സക്കീർ ഹുസൈൻ കമ്മിറ്റി ഉണ്ടായിരുന്നു, സാർജന്റ് 2 SS ആണ്. സക്കീർ ഹുസൈൻ കമ്മിറ്റി സാർജന്റ് കമ്മീഷനും ഉണ്ട്. സക്കീർ ഹുസൈൻ കമ്മിറ്റി 1937 ആണ്, സാർജന്റ് ആണെങ്കിൽ 1944. സക്കീർ ഹുസൈനിൽ 7 to 14 ഇയേഴ്സ്, ഇവിടെയോ സാർജന്റിൽ 6 to 14 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ശുപാർശ ചെയ്തു. പിന്നെ സക്കീർ ഹുസൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാതൃഭാഷ ബോധനമാധ്യമായിരിക്കണം. ഇവിടെയും അത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതൃഭാഷ ബോധനമാധ്യമായിരിക്കണം. മാത്രമല്ല 2ാം ഭാഷ ഇംഗ്ലീഷ് ആകുകയും വേണം അല്ലേ. പിന്നെ ഈ സാർജന്റ് കമ്മീഷനിൽ പ്രധാനപ്പെട്ട ഒരു ഗാന്ധിജിയുടെ ഒരു വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടായിരുന്നു അല്ലേ, അതിനോട് സാമ്യമുണ്ട്. 1937 വാർധ പദ്ധതിയിലെ നിർദ്ദേശങ്ങളുമായി സാമ്യമുള്ള കമ്മീഷനാണ് ഏത്? സാർജന്റ് കമ്മീഷൻ. പിന്നെ ഇതിൽ പറഞ്ഞത് ഹൈസ്കൂളിനെ അക്കാദമിക് എന്നും ടെക്നിക് എന്നും തരംതിരിച്ച കമ്മീഷനാണ് ഏത്? സാർജന്റ് കമ്മീഷൻ. പിന്നെ ലാസ്റ്റ് ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലി സഹോദരന്മാർ സ്ഥാപിച്ചതാണ്. ഏതാണ് ആ വിദ്യാഭ്യാസ കേന്ദ്രം? ജാമിയ മില്ലിയ ഇസ്ലാമിയ. ശാന്തിനികേതൻ സ്ഥാപിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. വർഷം 1901 1901. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.